പിന്നെ ശബരിമല പ്രശ്നമായിട്ടായിരുന്നു വലിയ കുഴപ്പം. ശബരിമല ഈരടി ഇല്ലേ, പേരടി ഈരടിയൊക്കെ നടത്തി. തോറ്റിയെ കയറ്റി. ആരാ കയറ്റിയെ? ഇപ്പൊ മനസ്സിലായി ആരാ കയറ്റിയെ? ആരാ സഖാക്കളാ കയറ്റിയെ? KC വേണുഗോപാലന്റെ കാലത്താ കയറിയ ഈ പോറ്റി. അതിപ്പോ പുറത്തു വന്നു. KC വേണുഗോപാലന്റെ കാലത്ത് കയറി, പിന്നെ ഇടയ്ക്ക് ഇറങ്ങി, പിന്നെ വീണ്ടും കയറി. എല്ലാം UDF-ന്റെ കാലത്താണ്. പോറ്റിയുമായിട്ടുള്ള എല്ലാ ഇടപാടും അങ്ങനെയാണ്. പേരും കള്ളനാണ് പോറ്റി. നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? നമുക്കെല്ലാം മനസ്സിലായി. പോറ്റിക്ക് ഒപ്പം ഒരു ചങ്ങായി വേറെയുണ്ട്. അത് ബല്ലാരിയിലാണ്, കർണാടകത്തിൽ. അതാരാ? ഗോവർദ്ധനൻ. എന്താ പേര്? ഗോവർദ്ധനൻ. നല്ല പേരാണ്. പോറ്റിക്ക് എന്താ മോശം? ഉണ്ണികൃഷ്ണനാണ്. രണ്ടും കൂടിയല്ലേ സോണിയാഗാന്ധിയെ കാണാൻ പോയെ? സോണിയാഗാന്ധിയെ കാണാൻ ഈ രണ്ട് പെരുങ്കള്ളന്മാർ പോയി. ഒപ്പം പെരുങ്കള്ളന്മാർക്കൊപ്പം രണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ, മൂന്നുണ്ട്. ഒന്ന് മരിച്ചുപോയി, അയാളെ പറ്റി ഞാൻ പറയുന്നില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ. രണ്ടെണ്ണം ഏതൊക്കെയാ? ഒന്ന് UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ്. രണ്ട് ഒരു MP ആണ്, ആന്റണി, കോൺഗ്രസ് MP ആണ്. ഇന്ന് രാവിലെ അടൂർ പ്രകാശനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു. നല്ലപോലെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോ എങ്ങനെയാണ്, എന്താ ചോദ്യം ചെയ്ത് നമുക്കറിയില്ലല്ലോ. എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്? ആരാ സോണിയാഗാന്ധിയെ കാണാൻ സൗകര്യപ്പെടുത്തിയത്? സാധാരണ രീതിയിൽ സാധിക്കുന്നതല്ലോ. കരുണാകരന് പണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഈ പെരുങ്കള്ളന്മാർക്ക് കാണാൻ പറ്റി. കൈക്കല്ലെന്തോ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഒരു ഫോട്ടോയില്. എന്താ കൊടുത്തത് നമുക്കറിയില്ല. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാവും. ഇതൊരു കാര്യം. ഇന്നിപ്പോഴും രാവിലെ ചോദ്യം ചെയ്യലിന് ഇറങ്ങിയതിന് ശേഷം ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് പത്രക്കാർ ചോദിച്ചു. മിണ്ടുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമാണോ എന്നാണ് VD സതീശൻ പറയുന്നത്. പിടിക്കപ്പെട്ട അടൂർ പ്രകാശൻ മിണ്ടുന്നില്ല. മ്ലാനമാണ് എന്നാണ്, മ്ലാനവതനായിരുന്നു എന്നാണ്. നല്ലോണം കിട്ടിയിട്ടുണ്ടാവും ചോദ്യം. അതാ, വേറെ ഒന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ, MP അല്ലേ. ചോദ്യം മറുപടി ഉണ്ടാവില്ല. അപ്പോ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ SITക്ക് സാധിക്കണം. VD സതീശൻ പറയുന്നത് SIT വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്, പക്ഷപാതപരം. കോടതി പറഞ്ഞു ഞങ്ങൾക്ക് നല്ല വിശ്വാസം. അപ്പോ പറഞ്ഞു ജാമ്യം കിട്ടിയിരിക്കുന്നു. അപ്പോ പറഞ്ഞു ജാമ്യം കിട്ടിയതുകൊണ്ടൊരു കുഴപ്പമില്ല. ഞാനല്ല കേട്ടോ, കോടതി. ഹൈക്കോടതിയുടെ 2 പേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അവർ പറഞ്ഞു SIT അന്വേഷണം ശരിയായ ദിശയിലാണ്, ഞങ്ങളുടെ കീഴിലാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോ VD സതീശൻ പറഞ്ഞു CBI അന്വേഷണം വേണം. കേൾക്കേണ്ട താമസം. നേരെ അതിന്റെ അനുയായി ആരാ? അനുയായി വേറെ ആരുമല്ല, രാജീവ് ചന്ദ്രശേഖരൻ. നേരെ കോടതി പോയി. അനുയായി കോടതി പോയി. പിന്നെ നമ്മൾ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരും പോയി. ഒപ്പം വേറൊരു വിഭാഗം പോയി. അതാരാ? ഇതെല്ലാം പത്രത്തിൽ വന്നെയാണ്. അതാരാ? അന്നല്ല, തന്ത്രി സമാജം. തന്ത്രി. ഈ തന്ത്രി പെരുങ്കള്ളൻ ജയിലിൽ തന്നെയുണ്ട്.